ശരിക്കും പറയുകയാണെങ്കിൽ ഡബ്ലിൻ ഒരു വിശുദ്ധമായ സാംസ്കാരിക ഇടമാണ്. മോളി മെലോൺ ഒരു സാങ്കല്പിക കഥാപാത്രമാണ്. പഴയ കാലത്ത് അവരൊരു ഫിഷ് മോങ്ങറാണ്, ഒരു മീൻ കച്ചവടക്കാരിയാണ്. അപ്പം പകലും മുഴുവൻ ഇവർ മീൻ വിറ്റ് നടക്കും. വൈകുന്നേരം ഈ യുവാക്കളുടെ കൂട്ടുകാരിയായിട്ട് മാറുകയും ചെയ്യുന്ന ഒരു സാങ്കല്പിക കഥാപാത്രം. പർദീസയിൽ നിന്നും പരലോകത്ത് നിന്നും ഭൂമിയെ നനയ്ക്കുവാനും പരിപോഷിപ്പിക്കുവാനും ദൈവം അയച്ചിട്ടുള്ള ദിവ്യ ഔഷധമായിട്ടാണ് ഈ ഉറവകളെ അയർലൻഡുകാർ കണക്കാക്കുന്നത്. They have become such important places because over the centuries people use these, over the millennia people use these for places to go to drink water naturally, but also to go for cures, to go for a belief. So the belief was that water held these curing properties. ചില കിണറുകളുടെ പരിസരം ഈ വിവാഹ ചടങ്ങുകൾക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. പിന്നെ പ്രസവത്തിന് വേണ്ടി ഉപയോഗിക്കാം. അവിടെ പ്രസവിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ വീരന്മാരായി മാറുന്നുള്ള വിശ്വാസം. And the corn is shooting outside the door. But who's to reap them if you two go? Weary on it and weary on. തോക്ക് കാണാത്തൊരു ജനതയെ തോക്ക് പരിശീലിപ്പിക്കുകയും അവർ പോരാടുകയും ചെയ്യുന്നത് അവർക്ക് വേണ്ടിയിട്ടല്ല, വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ട്. കാരണം സ്വതന്ത്രമായി കാണണം എൻ്റെ ഭൂമി എന്നുള്ള ഒരു വലിയൊരു സ്വപ്നം. In 1798, the rebellion here in Wexford was traumatic and tragic, with about 20,000 Wexford people losing their lives in that rebellion. വിനെഗർ ഹില്ലിന് മുകളിൽ ചെറിയൊരു കൊത്തളമുണ്ട്. അവിടെയാണ് ബ്രിട്ടീഷ് ആർമിക്കെതിരെ 1000-ഓളം ആളുകൾ കൂട്ടം കൂടിയത് ഒരു രാത്രി. പക്ഷെ ഇതറിഞ്ഞ ബ്രിട്ടീഷ് ആർമി വളയുകയും 1000-ഓളം ആളുകളെ രാത്രി തന്നെ കൊന്നൊടുക്കുകയും ചെയ്തു. അയർലൻഡ് ചരിത്രത്തിലെ പോസ്റ്റേജ് സ്റ്റാമ്പിൽ ചെഗുവേരയുടെ പടമുണ്ട്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ ശാഖ വരുന്നത് അയർലൻഡിലാണ്. അപ്പൊ അദ്ദേഹം പലപ്പോഴും പറയും ഇത്രേ, എൻ്റെ മകന്റെ ശരീരത്തില് ഐറിഷ് റെബലുകളുടെ രക്തമാണ് ഓടുന്നത്. ഒരു ആധുനിക ലോക ഈ ആരോഗ്യരംഗത്തിന്റെ ഒരു മാതൃക കൂടിയാണ് അയർലൻഡ് എന്ന് ഞാൻ പറയും. പ്രാഥമിക ആരോഗ്യ രംഗം എന്ന് പറയുന്നത് അവിടെ വളരെയധികം പ്രധാനമാണ്. പൈസക്കാരനായാലും പൈസ ഇല്ലാത്ത ആളായാലും ആദ്യം സമീപിക്കേണ്ടത് ഫസ്റ്റ് പോയിന്റ് കോണ്ടാക്ട് എന്ന് പറയുന്നത് പ്രൈമറി കെയറാണ്. ഞാനൊക്കെ എൻ്റെ അവിടുത്തെ ഐറിഷ് കൊളീഗ്സിനോട് അന്നൊക്കെ ഞാൻ 50 രൂപയ്ക്ക് 60 രൂപയ്ക്കൊക്കെ കാണാറുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവർ തലയിൽ കൈ വെച്ച് പോകാം. കാരണം വെച്ചാൽ അവരെ സംബന്ധിച്ച് അചിന്തനീയമാണ്. പല ആളുകളും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരും എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉടനെ അടുത്ത ഫ്ലൈറ്റ് കയറി നാട്ടിൽ വന്ന് ചികിത്സിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ഇവിടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻസ് ആയാലും ഡോക്ടറെ കാണാനായാലും സാധിക്കും. അവിടെ അത് പറ്റില്ല. അടിസ്ഥാനപരമായിട്ട് ഒരു ഡോക്ടർ ചികിത്സിക്കുന്നവനാണെന്നും ഞാൻ ചികിത്സിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ള ബോധ്യം, അതൊരു സാഹോദര്യം ഉണ്ടാവും. അതായിരിക്കണം ആദ്യത്തെ മാറ്റം. ഈ കവിതാ സഞ്ചാരം അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കഥാ സഞ്ചാരങ്ങളൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ യേറ്റ്സിനെ പറ്റി പറഞ്ഞല്ലോ, കുറച്ച് സ്കോളർലി ആയിട്ടുള്ള അക്കാഡമിക് ആയിട്ടുള്ള ഒരു സർക്കിളിലാണ് ഇപ്പോൾ അദ്ദേഹം ജീവിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അല്ലാതെ കേട്ടിട്ടുള്ള ഒരു ഇത് വെച്ചിട്ട് ഒരു ഇതിഹാസം തുല്യമായിട്ടുള്ള വേറൊരു പാട്ടാണ് മറ്റേ മോളി മെലോൺ. അതായത് ഒരു മീൻ വിൽപ്പനക്കാരിയുടെ ഡബ്ലിൻ സ്ട്രീറ്റിലൂടെ പിന്നെ അതായത് ജീവിച്ചിരിക്കുന്ന മത്സ്യം എന്നും പറഞ്ഞ് പാടിക്കൊണ്ട് നടക്കുന്ന മോളി മെലോൺ. നമ്മളിവിടെ വടക്കംപാട്ടൊക്കെ പോലത്തെ ഒരു വലിയൊരു ലെജൻഡറി സ്പേസ് ഉണ്ടായിരുന്നു. അതിന്റെ കഥ എന്താണ്? അത് ശരിക്കും പറയണേ മോളി മെലോൺ ഒരു സാങ്കല്പിക കഥാപാത്രമാണ്. അപ്പം പഴയ കാലത്ത് അവരൊരു ഫിഷ് മോങ്ങറാണ്, ഒരു മീൻ കച്ചവടക്കാരിയാണ്. അപ്പൊ പകലും മുഴുവൻ ഇവര് മീൻ വിറ്റ് നടക്കും. വൈകുന്നേരം ഈ യുവാക്കളുടെ കൂട്ടുകാരിയായിട്ട് മാറുകയും ചെയ്യുന്ന ഒരു സാങ്കല്പിക കഥാപാത്രം. അവരുടെ ഒരു ദുരന്ത പരിഹാസിയായിട്ടുള്ള ഒരു കഥയാണ് ക്രോക്കൽസ് ആൻഡ് മസിൽസ് എന്ന് പറഞ്ഞ പാട്ട്. She wheeled a wheelbarrow through streets broad and narrow, crying conquers and muscles.
crying conchs and mosses, alive, alive, oh. She was a fishmonger, but sure 'twas no wonder. So were her father and mother before. They both wheeled their barrow through streets broad and narrow, crying conchs and mosses, alive, alive, oh. Alive, alive, oh. Alive, alive, oh. Crying conchs and mosses, alive, alive, oh. ഡബ്ലിനേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഗാനസംഘം ആണ് അത് പാടി പ്രശസ്തമാക്കിയത്. അപ്പം അത് എന്ന് പറയുന്നത് വെച്ചാൽ ആ കാലഘട്ടത്തിന്റെ ഒരു 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 പരിച്ഛേദമാണ് ആ രൂപം. അപ്പോൾ ദാരിദ്ര്യത്തിലും എന്നാൽ എല്ലാ പ്രവർത്തികളിലും ഏർപ്പെട്ടിരുന്ന, ജോലി ചെയ്ത് ജീവിച്ചിരുന്ന ഒരു സ്ത്രീ, അവരെപ്പോഴും സന്തോഷവതിയായിരുന്നു. അപ്പൊ അത്തരം സംഗതികളിൽ അവര് പകല് ഇങ്ങനെ ജോലി ചെയ്യുകയും വൈകുന്നേരം അന്തി ഉറങ്ങുകയും മറ്റുള്ളവരുടെ കൂടെ അന്തി ഉറങ്ങുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് അവരെപ്പോഴും സന്തോഷം വെച്ചിരുന്ന ഒരു മഹതിയായിരുന്നു എന്നുള്ള രീതിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഈ ഐറിഷ് ജനതയ്ക്ക് മോളി മെലോണിനോടുള്ള പ്രണയം ഇപ്പോഴും തോന്നുന്നത്. അപ്പൊ അവരുടെ ഒരു ചെമ്പിൽ തീർത്ത ഒരു വലിയൊരു പ്രതിമയുണ്ട് അവിടെ ഡബ്ലിനിൽ. അവിടെ ഒരു QR കോഡ് വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ പിന്നെ കോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മിഷേൽ മെലോൺ ആണെന്ന് തോന്നുന്നു, ഒരു ഐറിഷ് നടിയാണ് ആ ശബ്ദം കൊടുത്തിട്ടുള്ളത്. അപ്പം അതിന്റെ ചരിത്രം മുഴുവൻ നമുക്ക് കേൾക്കാൻ പറ്റും. അങ്ങനെ അതുപോലെ തന്നെ ജീവിച്ചിരിക്കുന്ന പ്രതിമകൾ എന്ന് പറയുന്നത് ഈ പ്രതിമകൾ തന്നെ അവർ സംസാരിക്കുന്നു. ഓസ്കാർ വൈൽഡ്, പിന്നെ 2 സ്ത്രീകൾ, മീറ്റിംഗ് പ്ലേസ് എന്ന് പറഞ്ഞിട്ടൊരു പ്രതിമയുണ്ട്. 2 സ്ത്രീകൾ ഷോപ്പിങ്ങിന് വന്നതിന് ശേഷം അവർ തെരുവിലിരുന്ന് വീട്ടുകാര്യങ്ങൾ സംസാരിക്കുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഡബ്ലിൻ ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധമായ സാംസ്കാരിക ഇടമാണ്. അവിടെ പോരാട്ടം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപകടകരമായ പോരാട്ടമല്ല, നിലനിൽപ്പിന്റെ പോരാട്ടമാണ് വളരെയധികം. അതുകൊണ്ട് ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം. ഇപ്പൊ ഈ അടുത്ത് ചെഗുവാരെ, അദ്ദേഹത്തിന്റെ പിതാവിന്റെ ശാഖ വരുന്നത് അയർലൻഡിലാണ്. ലിഞ്ച്, ഏണസ്റ്റോ ലിഞ്ച് എന്നാണ് അദ്ദേഹത്തിന്റെ, അർജന്റീനിയൻ ആണ്. അപ്പൊ അദ്ദേഹം പലപ്പോഴും പറയുകത്രേ, എന്റെ മകന്റെ ശരീരത്തില് ഐറിഷ് റബലുകളുടെ രക്തമാണ് ഓടുന്നത്. പക്ഷെ അദ്ദേഹം ഒരു പ്രാവശ്യം ജസ്റ്റ് ഒരു ഫ്ലൈറ്റ് ഡിലേ ചെയ്തതിനു ശേഷം മാത്രമേ അയർലൻഡിൽ വന്നിട്ടുള്ളൂ എന്നുള്ളതാണ്. പക്ഷെ അയർലൻഡ് ചരിത്രത്തിലെ പോസ്റ്റേജ് സ്റ്റാമ്പില് ചെഗുവേരയുടെ പടമുണ്ട്. അത് ഞാൻ ഈ അടുത്ത കാലത്താണ് അറിഞ്ഞത്. എനിക്ക് ഭയങ്കരമായിട്ട് താല്പര്യം തോന്നി. കാരണം ഈ കാത്തലിക് മതം അത്രമാത്രം സ്വാധീനം ചെലുത്തിയിരുന്ന ഒരു പ്രദേശം എങ്കിൽ കൂടി ഇത്തരം വിപ്ലവകാരികളെ ഇപ്പോഴും അവർ ഓർമ്മിച്ചെടുക്കുകയും അവരുടെ നാഷണൽ സിംബിളിന്റെ ഭാഗമായിട്ടുള്ള ഈ പോസ്റ്റേജ് സ്റ്റാമ്പുകളിൽ അവരുടെ ചിത്രം പതിപ്പിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് തോന്നും, ഒരു വൈരുദ്ധ്യം തോന്നാം. പക്ഷെ അടിസ്ഥാനപരമായിട്ട് എന്തൊക്കെ സംഭവിച്ചാലും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന്റെ ആ പോരാളികൾക്ക് അവരെപ്പോഴും കൊടുക്കുന്ന ഒരു വലിയൊരു പിന്തുണയാണ്. ഏത് മതം വന്നാലും ഏത് തരത്തിലുള്ള വിഭാഗീയത വന്നാലും. അപ്പോൾ അവരുടെ ഈ ഫ്ലാഗിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം പച്ച, ഒരു ഓറഞ്ച് നിറം, നടുക്ക് വെള്ള, ത്രിവർണ്ണമാണ്. ഒന്ന് കാത്തലിക്കിസം, 2 പ്രൊട്ടസ്റ്റന്റ്, നടുവില് പീസ്. അവരൊരിക്കലും കലഹം ആഗ്രഹിക്കുന്നില്ല. പക്ഷെ കലഹിക്കാനായിട്ട് നിർബന്ധിതമാകുമ്പോൾ തോക്ക് കാണാത്തൊരു ജനതയെ തോക്ക് പരിശീലിപ്പിക്കുകയും അവർ പോരാടുകയും ചെയ്യുന്നത് അവർക്ക് വേണ്ടിയിട്ടല്ല, വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ്. കാരണം സ്വതന്ത്രമായി കാണണം എൻ്റെ ഭൂമി എന്നുള്ള ഒരു വലിയൊരു സ്വപ്നം. അതുകൊണ്ട് തന്നെയാണ് അധ്യാപകർ ഇറങ്ങിയിട്ടുള്ളത്. ഈസ്റ്റർ റൈസിംഗ് പോലെ. ഇതിനു മുമ്പ് 1798 ഞാൻ താമസിക്കുന്ന ഈ ടൗണിൽ അത് വലിയൊരു സ്വാതന്ത്ര്യ സമരമാണ്. അത് വിനെഗർ ഹില്ലിന്റെ മുകളിൽ ചെറിയൊരു കൊത്തളമുണ്ട്. അവിടെയാണ് ഈ ബ്രിട്ടീഷ് ആർമിക്കെതിരെ 1000-ഓളം ആളുകൾ കൂട്ടം കൂടിയത് രാത്രി. പക്ഷെ ഇതറിഞ്ഞ ബ്രിട്ടീഷ് ആർമി വളയുകയും 1000-ഓളം ആളുകളെ
രാത്രി തന്നെ കൊന്നൊടുക്കുകയും ചെയ്തു. അതെ. പലരെയും വീടിന്റെ അകത്തിട്ട് കത്തിക്കുകയും ഉം. സ്ത്രീകളെ ബലാത്സംഗം ചെയ്യും. ഞങ്ങളുടെ സ്ലേനി പുഴ, ഞാൻ താമസിക്കുന്ന വീടിന്റെ അടുത്തുള്ള സ്ലേനി പുഴയിൽ മുക്കിക്കൊല്ലുകയും ചെയ്തിട്ടുണ്ട്. Vinegar Hill is well known throughout Ireland and even throughout the world because the repercussions from Vinegar Hill and the rebellion of 1798 travelled all over the world. In 1798, the rebellion here in Wexford was traumatic and tragic, with about 20,000 Wexford people losing their lives in that rebellion, which of course was unsuccessful and put down by a much more superior force from the British Empire. But it began the struggle for Irish freedom. And after 1798, many of those who had fought in that rebellion were either escaped or were transported to different parts of the world. I have been in Newfoundland, where 300 United Irishmen in 1800 rebelled against the British forces in Newfoundland. And also in Sydney, in Australia, in 1804, there was a Castle Hill Rising. And again, it was Irish emigrants or Irish convicts or deportees, if you like, who started that rebellion. Of course, all the rebellions were unsuccessful, but that didn't stop us here in Enniscorthy and in Ireland. And the struggle went on until 1916. And again, Enniscorthy was very prominent in 1916 when 300 volunteers took the Athenaeum here in Enniscorthy and held it for 5 days. And in actual fact, Enniscorthy was the last place to surrender, because when the surrender was given in Dublin, a letter was sent here to Enniscorthy, to the volunteers in the Athenaeum, who refused to take the surrender from anybody else but Padraig Pearse. So they were transported to Dublin and eventually met with Padraig Pearse in Kilmainham jail and took the surrender from him. But that was actually a day later than everybody else had surrendered. അവർക്ക് വേണ്ടി എഴുതിയിട്ടുള്ള ഒരു കവിതയുണ്ട്, ഷേമസ് ഹീനി, റിക്വം ഫോർ ദ ക്രോപ്പീസ് എന്ന് പറഞ്ഞിട്ട്. അതായത് ബാർലി, അതായത് ഇനിയും പുതിയ പുതിയ വിളവുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടും, വളരും, നോക്കിക്കാണുക എന്നുള്ളൊരു ഒരു 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 ആഹ്വാനമാണ് ആ ഷേമസ് ഹീനിയുടെ കവിതയിൽ. അപ്പോൾ അത് ഇപ്പോഴും പാടി നടക്കുന്ന യുവാക്കളുണ്ട്. 1798 ഞങ്ങൾക്ക് അവിടെ സെന്ററും ഉണ്ട് അവിടെ. ഒപ്പം തന്നെ ഫാദർ മർഫി എന്ന് പറയുന്നുള്ള ഒരു ലെജൻഡ് ഉണ്ട്. ഫാദർ മർഫി എന്ന് പറയുന്നത് അന്ന് ആദ്യമൊക്കെ സമാധാനത്തിന് വേണ്ടി നിലനിന്നുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു. പിന്നീട് ആയുധമെടുത്ത് പോരാടിയ പുരോഹിതനാണ്, കത്തോലിക്ക പുരോഹിതനാണ്. അദ്ദേഹത്തിന് പിടിച്ചിട്ടുള്ളൂ എൻ്റെ അടുത്തുനിന്ന് കുറച്ചൊരു 10 കിലോമീറ്ററേ ഉള്ളൂ. അവിടെ ആ വഴിയിൽ വെച്ച് പിടിച്ച് അദ്ദേഹത്തിന്റെ കഴുത്ത് അയാൾ വിവസ്ത്രനാക്കി ആ തെരുവ് മുഴുവൻ വലിച്ചഴിച്ചു. കട്ട് ചെയ്തതിന് ശേഷം ഈ ശിരച്ഛേദം നടത്തി ഒരു കുന്തത്തിൽ കുത്തി നിർത്തി, എല്ലാവർക്കും പാഠമാവാനായിട്ട്. അപ്പോ നേരത്തെ പറഞ്ഞ പോലെ തോക്ക് എടുക്കുന്ന സ്വാഭാവിക പ്രവൃത്തിയായിട്ട് എനിക്ക്, ഞാൻ അതിന് പറയല്ല, ഞാൻ ഒരിക്കലും അക്രമത്തിന് ഞാൻ യോജിക്കുന്നില്ല. പക്ഷെ എന്തുകൊണ്ട് ഒരു കാലത്തെ ജനത അത്തരം പ്രവൃത്തിയിൽ ഏർപ്പെട്ടു എന്ന് പറയുമ്പോൾ ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമി ഇപ്പോ തീരെ ഇല്ലെങ്കിൽ തന്നെ അതിന്റെ ഒരു ഊർജം കൊണ്ട് നടക്കുന്ന ജനത എപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ ഈ നമ്മള് കേരളത്തിൽ നിന്ന് പോയിട്ട് ഇതിപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയർലൻഡ് എന്ന് പറയുന്നത് ഒരു ലിവിങ് ഒരു സ്റ്റോറി ടെല്ലിംഗ് ഇൻസ്റ്റാലേഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ. അതിന്റെ കാസിൽസ്, അതിന്റെ ഹോളി വെൽസ്, പിന്നെ അതുപോലെ തന്നെ ഈ ഡോൾമിനോസ്, അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു നമ്മൾ പറയുന്ന സാധനങ്ങളൊക്കെ ദൃശ്യത്തിൽപ്പെടുന്ന രീതിയിൽ ഇൻസ്റ്റാലേഷനുള്ള ഒരു സ്ഥലം കൂടിയാണ്. അതെങ്ങനെയാണ് അവിടെ അതിന്റെ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെതർ അല്ലെങ്കിൽ നമ്മൾ ആ കാലാവസ്ഥ ഉണ്ടല്ലോ, അതിലെങ്ങനെയാണ് ലെസ്ലി ലയിച്ചു ചേർന്നിട്ടുള്ളത്? ഞാൻ വളരെ നേരത്തെ പറഞ്ഞ ഐ എം റിയലി ബ്ലെസ്ഡ്, ട്രൂലി ബ്ലെസ്ഡ്, ബിക്കോസ് ഞാൻ താമസിക്കുന്ന ഒരു ഈ പറഞ്ഞ പോലെ ഇത്തരം സാംസ്കാരിക പൈതൃകം ഉള്ള
എല്ലാ ഭാഗങ്ങളിലും ഉണ്ട് അയർലൻഡിന്റെ, പക്ഷെ കൂടുതലും ഉള്ളത് പ്രത്യേകിച്ചും ഈ സ്റ്റോറി ടെല്ലേഴ്സ്, ഈ ഷാനഹികൾ എന്നാണ് പറയാം. അപ്പൊ അവരുടെ പിന്നെ കൂട്ടായ്മകളിൽ നമ്മൾ പങ്കെടുക്കാറുണ്ട്. ഒപ്പം തന്നെ നേരത്തെ പറഞ്ഞ ഗെയിലിക് ട്രഡീഷൻ അല്ലേ? ആ ഗെയിലിക് ട്രഡീഷനാണ്. അതിപ്പോഴും അവര് എല്ലാ മാസത്തിലും രണ്ടാമത്തെ ആദ്യത്തെ തിങ്കളാഴ്ച ഒത്തുകൂടും, ഫർണസ് തിരിച്ച് പിന്നെ ചൂടുണ്ടാക്കി ചായ ഷെയർ ചെയ്ത്. അതിലെന്തോ കനൽ വെളിച്ചത്തിലേ കാണാൻ പാടുള്ളൂ എന്നുള്ള ഒരു അല്ല, അങ്ങനെയല്ല. അത് ഒരു പരമ്പരാഗത ഒരു ശൈലിയാണ്. കാരണം പഴയ കാലത്ത് ഇത്തരം വൈദ്യുതീകരണങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ കട്ടിയുള്ള ചുമരുകളാണ്, അപ്പോൾ തണുപ്പ് അധികം അകത്തേക്ക് വരില്ല. പിന്നെ അത് ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഫർണസ് തിരിക്കുന്നു എന്ന് മാത്രം. അതിപ്പോഴും അങ്ങനെ തന്നെ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ കഥ പറയുന്ന ഒരാളൊരു വടി കയ്യിലെടുത്തിട്ടാണ് കഥ പറയും. അവർ ചിലപ്പോൾ അഭിനയിക്കും. അപ്പോൾ അവിടുത്തെ തന്നെ പ്രധാനപ്പെട്ട ഒരു കഥാകാരനാണ്, ഈ സ്റ്റോറി ടെല്ലറാണ് എഡി ലെനഹൻ, എൻ്റെ നല്ലൊരു സുഹൃത്താണ്. അദ്ദേഹം കൗണ്ടി ക്ലെയറിലാണ്. ഒപ്പം ചില ഗ്രാമങ്ങൾ, ആ ഗ്രാമങ്ങൾ നമ്മൾ ഗാൽടെക് എന്ന് പറയും. ഗാൽടെക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗേലിക് ഭാഷ മാത്രം സംസാരിക്കുന്ന ഏരിയ ഇടങ്ങളാണ്. അതൊക്കെ ഞങ്ങളുടെ അവിടുന്ന് കുറേ കൂടി മാറി ഉള്ള സ്ഥലമുണ്ട്. പിന്നെ ഗാൾവേ ഏരിയകളിലുണ്ട്. അവിടെയൊക്കെ ഇത്തരം ഈ സ്റ്റോറി ടെല്ലേഴ്സ് അവരെ ഗേലി ഭാഷയിലാണ് കഥകൾ. It was just a group of people got together. So we got together, you see, and started up from there. And people will enjoy it, so they would enjoy it. It's a night out, yeah. A night out. And I go on maybe for an hour and a half. And then we have the tea, and then we start back again then for another hour and a half. And you told about the furnace. We have we sell a ticket then for the upkeep of it, and have a raffle. And you just make furnace to make the warmth in the room. Yeah, we have a fire. Well, we have a stove now. We're gone a bit up in the world. Before that, we had just the fanners there and an open fire. And put sticks on it, you see, and start up from there. So do you think that is only one Shanahi's house here in County Wexford, or many? There's many. They're all started up in various places. There's one over there in Ballamurn there, then over there, the Forge is called. Okay. And then there's one there in Ferns, then as well there, the Thatch in Ferns. The journey you go there. And Jimmy, do you tell stories? No, I don't tell any stories. And then lies? I don't tell lies either, I leave that to the professionals. All right. So I think all people love these sessions and actually, enjoy. Enjoy it, yes. Yeah, I would enjoy it, It's a good laugh out of it. ഈ ഗേലിക് ഭാഷയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വെച്ചാൽ അതൊരു വളരെ പോയറ്റിക് ഭാഷയാണ്. എനിക്കറിയില്ല, പക്ഷേ നേരത്തെ പല സുഹൃത്തുക്കളും ഈ ഗേലിക് ഭാഷയിൽ താല്പര്യമുള്ള ആൾക്കാർ പറയും. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കർഷകൻ മറ്റൊരു കർഷകനെ കാലത്ത് കാണുമ്പോൾ നമ്മൾ ഗുഡ് മോർണിംഗ് എന്ന് സംബോധനയ്ക്ക് പകരം അവര് എന്താണ് എന്ന് സുഖാണോ എന്നുള്ളൊരു രീതിക്ക് ചെയ്യുമ്പോൾ അൻഫിനിയോ തക് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ജനൽ ആകാശത്ത് വരുന്നു, തുറക്കുന്നു എന്നുള്ള രീതിക്ക്. അതായത് മൂടിക്കെട്ടിയ ആകാശം, മേഘങ്ങൾ മാറുന്നു, സൂര്യരശ്മികൾ വരുന്നു. അപ്പൊ അവര് എപ്പോഴും വളരെ കാവ്യാത്മകമായിട്ടാണ്, അതായത് നല്ലൊരു പ്രഭാതം, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ള രീതിക്ക് മറ്റൊരു വളരെ ഹൃദയപൂർവ്വമായിട്ടുള്ള ഒരു മറുപടി. ഇപ്പൊ ഈവൻ ബോളിന്റെ കുട്ടിക്കാലത്ത് അവര് ലണ്ടനിലായിരുന്നു പഠിച്ചിരുന്നത്. അപ്പം അവര് ഐറിഷും ഇംഗ്ലീഷും സംസാരിക്കുന്ന ആൾക്കാര് ഐറിഷ് തീരെ സംസാരിക്കരുത് എന്ന് ക്ലാസ്സിൽ പറയുമ്പോൾ ചിലപ്പോൾ ഐ എം നോട്ട് ഹിയർ എന്നുള്ള ഐ മീൻ എന്നൊക്കെ പറയുമ്പോൾ അവർ പറയും, മേലാൽ ഇതൊക്കെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അവിടെ സംസാരിച്ചാൽ മതി, ഇവിടെ യഥാർത്ഥ ഭാഷ മാത്രമേ സംസാരിക്കാവൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐറിഷുകാരായാലും അവർ മറ്റൊരു ഭാഷ അവര് ഏറ്റെടുക്കുമെങ്കിലും അവരുടെ പൈതൃകത്തിനോടനുബന്ധിച്ച രീതിക്കാണ് അവർ ഭാഷ കൈകാര്യം ചെയ്തിരുന്നത്. അത് ഒരിക്കലും ആ ഒരു പാരമ്പര്യത്തിന് വിട്ടുകളിച്ചിട്ടുള്ള ഒരു പരിപാടിയില്ല. അവർ നാടകമായാലും ഫോക്ലോറുകളായാലും ഇപ്പോൾ ഞാൻ പറഞ്ഞ ബാൻഷി, നമ്മളിവിടുത്തെ യക്ഷി എന്ന് പറയുന്ന പോലെ യഥാർത്ഥത്തില് യക്ഷിയല്ല, ബാൻഷി ഒരു മരണം അറിയിക്കുന്ന ഒരു രൂപമാണ്. അപ്പോൾ കറുത്ത ആവരണം അണിഞ്ഞ് ഒരു നീണ്ട മൂക്കും ചുളഞ്ഞ മുഖവുമുള്ള ഒരു വളരെ കൂർത്ത ശബ്ദത്തിൽ ഇങ്ങനെ അലറുന്ന
അതെനിക്ക് രാത്രിയിൽ. പേഗൻ സാധനമാണെന്നാ പേഗൻ. അത് അവര് എപ്പോഴും ഒരു ചീർപ്പായിട്ടാണ് വെക്കുക, കോമ്പ്. അപ്പോൾ ആ ശബ്ദം വീടിനരികിൽ കാണുകയോ പിറ്റേ ദിവസം പ്രഭാതത്തിൽ കോമ്പ് നമ്മുടെ വീട്ടുമുറ്റത്ത് കാണുകയോ ചെയ്താൽ ആ വീട്ടിലെ മരണം എത്തി എന്നുള്ളതാണ് സൂചന. അത് ബാൻഷി. അപ്പൊ നമ്മളിവിടെ യക്ഷി മറ്റൊരു തലത്തിൽ യുവാക്കളെ ആകർഷിക്കുകയും പല ഇടമുകളിലും ഉണ്ട്. അപ്പൊ ഇത്തരം കഥകളും നേരത്തെ പറഞ്ഞ പോലെ ഡോൾമിനുകൾ. അപ്പൊ ഞാൻ ഇത്തരം കഥകളൊക്കെ അവരോട് പറയുമ്പോൾ അവര് അത്ഭുതത്തില് പിന്നെ വീണ്ടും വീണ്ടും കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ഡോൾമിനുകൾ ഇപ്പോൾ അവിടെ ബ്രൗൺ ഷീൽഡ് ഡോൾമിനുകൾ എന്ന് പറഞ്ഞിട്ട് കൗണ്ടി കാറിലുണ്ട്. നമ്മൾ ഇവിടുത്തെ നന്നങ്ങാടികൾ എന്നൊക്കെ പറയുന്നത്, നന്നങ്ങാടികൾ എന്ന് പറഞ്ഞ മറവൂരുണ്ട് എന്നാ പറയാം. മറയൂര് അല്ലേ, മറയൂര്. അത് വലിയ പിന്നെ സ്റ്റോൺ, അതിന്റെ മുകളിൽ വലിയൊരു ഫലകം. അതേപോലെ ഒരു എനിക്ക് തോന്നുന്നു ഒരു 19ഓളം പിന്നെ കല്ലുകൊണ്ടുണ്ടാക്കിയ ഇത്തരം ഡോൾമെനുകൾ, അതുപോലെ തന്നെ ബ്രൗൺ ഷീൽ ഡോൾമെനുകൾ എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ ഗുഹകള്, കിൽക്കാനിക്കടുത്തുള്ള ഗുഹകളൊക്കെ, അതൊക്കെ എന്താ പറയാ വളരെ അപൂർവങ്ങളായ മിനറലുകൾ സമ്പന്നമായിട്ടുള്ള ഗുഹകളൊക്കെയാണ്. പക്ഷെ അതിന്റെ ചരിത്രവും ഒക്കെ നേരത്തെ വീണ്ടും വരുമ്പോൾ അതിനകത്തിട്ട് കത്തിച്ചു പോന്നിട്ടുള്ള ഒരാളികളെ ഒക്കെ ഒരു കാലത്ത് എനിക്ക് തോന്നുന്നു ഈ പേഗൻ വാറിയേഴ്സ് ഡോമിനൻസ് ഉണ്ടാക്കിയിരുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ പിന്നീടാണ് ക്രിസ്ത്യാനിറ്റി അത് ഏറ്റെടുക്കുന്ന ഒരു സമ്പ്രദായം വരുന്നതും. പിന്നെ ഈ ഹോളി വെൽസിന്റെ എന്താണ് അവിടെ ഏതാണ്ട് 3000ഓളം ഉറവകൾ ഉണ്ട് ചെറിയൊരു പ്രദേശത്ത്. അതെങ്ങനെയാണ് അത് പറയുന്നത്? പറുദീസയിൽ നിന്നും, പരലോകത്ത് നിന്നും ഭൂമിയെ നനയ്ക്കുവാനും പരിപോഷിപ്പിക്കുവാനും ദൈവം അയച്ചിട്ടുള്ള ദിവ്യ ഔഷധമായിട്ടാണ് ഈ ഉറവകള് അയർലൻഡുകാർ കണക്കാക്കുന്നത്. അപ്പോൾ ഭൂമി എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അയർലൻഡാണ്, തുരുത്താണ്. അപ്പോൾ അത്തരം പിന്നെ ഈ വിശുദ്ധ കിണറുകൾ 3000ഓളം പല ഭാഗങ്ങളിലും ഉണ്ട്. ഇപ്പോൾ ടോബാർ ഗേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കിണറുണ്ട്, ഉന്മാദിയുടെ കിണർ എന്നാണ് പറയുക. അപ്പോൾ നമ്മളൊരു സുഹൃത്തിൻ്റെ എന്നോട് പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ അപ്പൂപ്പൻ ഉന്മാദിയായിട്ട് നാടുനീളെ ഉറക്കെ പാടുകയും അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയും ചെയ്തതിന് ശേഷം ഈ ടോബാർ ഗേറ്റിൽ കൊണ്ടുപോവുകയും അവിടുത്തെ ജലത്തിൽ കുളിപ്പിച്ച് ശാന്തമാവുകയും പിന്നീട് അദ്ദേഹം പിന്നെ സ്വാഭാവിക ജീവിതത്തിലേക്ക് തിരിച്ചു പോകുന്നതെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ ചില ചർമ്മരോഗങ്ങൾ മാറാനായിട്ട് ചില കിണറുകളുടെ പരിസരം ഈ വിവാഹ ചടങ്ങുകൾക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഈ പ്രസവത്തിന് വേണ്ടി ഉപയോഗിക്കാം. അവിടെ പ്രസവിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ വീരന്മാരായി മാറുന്നുള്ള വിശ്വാസം. One of the lovely things we have here in Ireland and here in County Wexford is we've got a great connection to holy wells. And I suppose water is really important. And even if I look down at the ground here, the old people always believed the water, the dew on the grass had a great property. People would rub on their necks if they were sore, on their heads or on their hands, or they'd use it for a cure. And one of the things you will find in the landscape is you will find these spring wells, water wells, which have been there since, I suppose, as humans, since time began. And they have become such important places because over the centuries, people use these, over the millennia, people use these for places to go to drink water naturally, but also to go for cures, to go for a belief. So the belief was that water held these curing properties. And people will still visit them. Every village will nearly have a holy well. In the past, they were everywhere. Some would be dedicated to saints' names, like St. Bridget or St. Mogue or St. Patrick, predominantly female names they would have been named after. And a lot of these holy wells would have been in existence before the arrival of Christianity in Ireland. But they're very special places, tucked away in nature, and just a lovely place to connect and connect with the landscape, and to and maybe just to bring any problems you might have and offer them back up with the hope that maybe some kind of help will come towards you. അപ്പൊ ഇതൊക്കെ പേഗൻ വിശ്വാസം. പക്ഷെ ക്രിസ്ത്യൻ മത ആധിപത്യത്തിന് ശേഷം അതിനെ കുറച്ചൊരു പേരുകൾ മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു കൾച്ചർ സംസ്കരിക്കപ്പെട്ടിട്ടില്ല. ഇല്ല, അത് ഒരിക്കലുമില്ല. അത് ഇപ്പൊ ഈ വസന്തകാലവും സെന്റ് ബ്രിജിത്ത്, വസന്തകാലം ഉണ്ട് അവിടെ. ഇപ്പോ ഹാലോവീൻ എന്ന് പറയുന്നത് ഹാലോവീൻ ഉണ്ട്, പക്ഷെ അതിന് ക്രിസ്ത്യാനിറ്റി വന്നപ്പോ ആത്മാക്കളുടെ ദിവസമായിട്ട് മാറുകയും ചെയ്തു. ആ സമയങ്ങളിൽ പള്ളിയിൽ കുർബാന, അതിനു മുമ്പാണ് ഹാലോവീൻ വരുന്നത്. പക്ഷെ എന്തിനേയും ഈ അവിടുത്തെ എന്താ പറയാ കാലാവസ്ഥയും പിന്നെ ഈ ഗ്രാമീണതയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഉത്സവങ്ങളുള്ളൂ. അപ്പൊ മെയ് ബുഷ് വേനൽക്കാലത്തിന്റെ ഒരു ഉത്സവമാണ്. അതിൽ അവരുടെ വീട്ടുമുറ്റത്തുള്ള ചെടികളിലൊക്കെ വർണ്ണ
തോരണങ്ങൾ കെട്ടിടുകയും ഉം. പിന്നെ അതുപോലെ പാല് ഉം. വരുന്ന പാല് ഉറവയ്ക്കുകയും ഉം. പിന്നെ അതിഥികളെ സൽക്കരിക്കാനായിട്ട് അവരുടേതായിട്ടുള്ള ട്രഡീഷണൽ ചീസുകൾ ഉണ്ടാക്കുകയും അതിൽ തന്നെ വളരെ അപൂർവങ്ങളായ ചില ചെടി ഇനങ്ങൾ ചേർത്ത് ഉം. അതൊക്കെ ഒരു എന്താ പറയാ ഓരോ പ്രദേശത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ ഉം. ഭാഗമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. നമ്മൾ എവിടെയുണ്ട്. The May bush is an old tradition that has gone on years and years, but my mother used to erect one at home when we were children, and we used to paint the eggshells and different pieces of materials, rags or whatever we had at the time to decorate the bush. And then a few years ago I started the tradition here at the thatched house. പക്ഷെ അതൊക്കെ പരിരക്ഷിക്കപ്പെട്ട് പോവുക, അതിനെ അഭിമാനപൂർവ്വം കൊണ്ടു നടക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. കാരണം അവരുടെ റോഡുകൾ ഇപ്പോഴും പഴയ പോലെ തന്നെ. ഇപ്പൊ ഇടുങ്ങിയ റോഡുകളാണെങ്കിൽ തന്നെ രസകരമാണ് യാത്രകളൊക്കെ. ഇപ്പൊ നമ്മളൊക്കെ ഇപ്പോൾ അവിടെ ഇപ്പൊ ഞാൻ പിന്നെ പോകുമ്പോഴൊക്കെ സാധാരണ വില്ലേജുകളിൽ യാത്ര ചെയ്യുമ്പോൾ ചില പഴയ ഒറ്റമുറിയുള്ള പള്ളികൾ, അതിന് തൊട്ടടുത്തൊക്കെ ആയിട്ടുള്ള ചെറിയ ചെറിയ ലൈബ്രറികൾ, അതൊക്കെ ഇപ്പോഴും അതേപോലെ തന്നെ പഴയ ആളുകൾ വന്ന് സംസാരിച്ചിരുന്ന ഇടങ്ങൾ, ആ പുസ്തകങ്ങൾ അതൊന്നും ആരും കൊണ്ടുപോവുകയോ നശിപ്പിക്കുകയോ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ പിന്നെ ഇവിടെ നിന്ന് മാറ്റി വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകണം എന്ന് നിർദ്ദേശിക്കുകയോ ചെയ്യുന്നില്ല. അപ്പൊ അവര് ആ പരമ്പരാഗതമായി കിട്ടിയിട്ടുള്ള അവരുടെയുള്ള ആ സമ്പന്നമായിട്ടുള്ള പൈതൃകം കൊണ്ടു നടക്കാനായിട്ട് ഇപ്പോഴും അവരിൽ അവശേഷിക്കുന്ന ഊർജം ഉണ്ട്. അത് ചെറുപ്പക്കാരിലും കാണാം കേട്ടോ. അപ്പൊ അത് വലിയൊരു കാര്യമായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നു. അതെങ്ങനെ പറഞ്ഞാലും നഗരപ്രദേശങ്ങളൊക്കെ കുറേയൊക്കെ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോഴും നമ്മുടെ നാഷണൽ ലൈബ്രറിയിൽ പോയാലും ഡബ്ലിൻ അല്ലെങ്കിൽ ഗാൾവേയിൽ നമ്മുടെ മാഡം ഗ്രിഗറി ഉണ്ടാക്കിയിട്ടുള്ള ഈ WB എയ്ഡ്സിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ശേഖരങ്ങളിൽ പോകുമ്പോഴും ഇപ്പോൾ നമ്മൾ WB എയ്ഡ്സിന്റെ ശവകുടീരമുണ്ട്. ഞാൻ ഈ റീസെന്റ് പോയിരുന്നു, ഡംഗ്ലിഫ് എന്ന് പറഞ്ഞിട്ട് സ്ഥലത്താണ്. Cast a cold eye on life, on death. A horseman passed by. അപ്പൊ അതിനൊരു രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം മരിച്ചത് ഫ്രാൻസ് ബേസ്ഡാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അവിടെ കുഴിച്ചിടുന്ന ഒരു അവസ്ഥ ഉണ്ടായി. പക്ഷെ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ആളുടെ വൈഫിനോട്, ജോർജി എന്നാണ് വൈഫിനോട് പറഞ്ഞ വെച്ചാൽ, ഇപ്പം ഇഫ് ഐ ഡൈ they can bury me and a year later newspaper people will forget me. By that time you can take my body to plant me in Sligo എന്ന് പറഞ്ഞു. To plant me in Sligo because ആള് പറഞ്ഞ വെച്ചാൽ ആ ചൈൽഡ്ഹുഡ് അദ്ദേഹത്തിന് ബാല്യകാലം ചെലവഴിച്ചുള്ള സ്ലൈഗോലാണ്. ഞാൻ അവിടെ ജോലി ചെയ്തിട്ടുണ്ട് അവിടെ. അപ്പൊ അതൊരു പ്രൊട്ടസ്റ്റന്റ് ഒരു ചർച്ചാണ്, ചെറിയൊരു പള്ളി. അതില് അദ്ദേഹത്തിന്റെ ശവകുടീരമുണ്ട്. അപ്പോൾ സന്ദർശകരുണ്ട്. അപ്പൊ അതില് പിന്നെ അണ്ടർ ബെൻ ബോൺ എന്ന് പറഞ്ഞിട്ട് ഒരു കവിത എഴുതിയിട്ടുണ്ട്, മലനിരകളുടെ താഴെ എന്നുള്ള രീതിക്ക്. അതിലുള്ള ഒരു വാക്കുകളാണ് അതിലെ ശവകുടീരത്തിലേക്ക് കാസ്റ്റ് ആൻഡ് കോൾഡ് ആയി എന്ന് പറഞ്ഞിട്ട്, ഹൗസ്മാൻ പാസ് ബൈ എന്ന് പറഞ്ഞിട്ട് മനോഹരമാണ്. ചെറിയൊരു ശവകുടീരം. അപ്പോ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് വെച്ചാല് എഴുത്തുകാര് എന്ന് പറയുന്നത് പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്നവരോ പ്രത്യേക ഭാഷ സംസാരിക്കുന്നവരോ അല്ല. അവര് പ്രത്യേക ക്ലാസ്സിലുള്ള ആൾക്കാരല്ല. അവര് നമ്മളെ പോലെ സംസാരിക്കുകയും നമ്മളുടെയുള്ള ചിന്തകള് പിന്നെ പങ്കുവെക്കുകയും ചെയ്യാണ്. പക്ഷെ നമ്മളും പങ്കുവെക്കുന്നുണ്ടാവും. പക്ഷെ അവര് അവരുടെയുള്ള രീതിക്ക് നമ്മളോട് സംവദിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ഘടനയ്ക്കനുസരിച്ചിട്ട് വേദ്യമാവുകയും അത് തലമുറകളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഈ സാഹിത്യത്തിനും സിനിമയ്ക്കും നാടകങ്ങൾക്കും പാട്ടുകൾക്കും ഈ സാംസ്കാരിക തനിമയുള്ള ഇത്തരം കൂട്ടായ്മകൾക്കുള്ള പ്രാധാന്യം ആയിരിച്ചെന്ന് കൊടുക്കുന്നു. അടിസ്ഥാനം പോരാട്ടത്തിൽ നിന്നുള്ളൊരു വ്യതിചലനം അവരുടെ ജീവിതത്തിലില്ല, എന്ത് കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു മന്ത്രി വന്നാലും അവരൊന്നും എഴുന്നേറ്റ് നിൽക്കുന്ന കാര്യമൊന്നുമില്ല. മന്ത്രി പിന്നെ ഒരു സഞ്ചി എടുത്ത് പിന്നെ ടെസ്കോലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഷോപ്പിംഗ് മാളിൽ കാണുമ്പോൾ ഓടിച്ചെന്ന് അവരുടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് സുഖം തന്നെയല്ലേ മന്ത്രി എന്ന് ചോദിക്കാനൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം താല്പര്യമില്ല. അവർ കാണിക്കൂല. അവർ എന്ന് വെച്ചാൽ അയാൾ മന്ത്രി, അയാൾ ജോലി ചെയ്യുന്നു, നമ്മൾ ജോലി ചെയ്യുന്നു എന്നുള്ള രീതിയാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കേണ്ടത് പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ജനാധിപത്യ ബോധ്യത്തിൽ ഊന്നിയിട്ടുള്ള പോരാട്ടത്തിന്റെ ഊർജം കൊണ്ടു നടക്കുന്ന നല്ല മനുഷ്യരായിട്ടാണ് എനിക്ക് അവരെ എപ്പോഴും കണക്കാക്കിയുള്ളത്. ഒപ്പം തന്നെ എഴുത്തിനെ പിന്നെ ബഹുമാനിക്കുന്നവർ എന്ന് പറയുന്നത് വിശുദ്ധിയുള്ള മനുഷ്യരായിരിക്കും. എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു Oh,
Oh, the beans are flowering on Bannermoor, and the corn is shooting outside the door. Oh, but who's to reap them if you two go? Oh, weary on it and weary o. Now bridle on it is striking one, and it's time the neighbours should all be gone. 'Tis short your sleep till the cock will crow. Oh, weary on it and weary o. Now James a Cushla, we're tired to pray, and a single decade is all we'll say. Oh, the boat is early and the clock is slow. Oh, weary on it and weary o. Beside the Greeshock I sit and doze. I darn their stockings and I air their clothes, all starched and ironed and white as snow. Oh, weary on it and weary o. Oh, Muddo, she drolling 'tis morning now. I'll light the fire and I'll milk the cow, but I'll never call you again, I know. Oh, weary on it and weary o. I watch them waving up Carrickhill. I hear them crying, I hear them still. Oh, the summer sunlight has turned to snow. Oh, weary on it and weary o. Oh, weary on it and weary o, that our two children should have to go to work for people we'll never know. Oh, weary on it and weary o. നമ്മളിപ്പം ഡോക്ടർ ലെസ്ലിയുടെ ജീവിതത്തിന് ഒരു ടൈറ്റിൽ ഇടുകയാണെങ്കിൽ സാഹിത്യം തേടിപ്പോയ ഒരു ഡോക്ടറുടെ കഥ എന്നൊക്കെ പറയാൻ പറ്റും. അതായത് ഇത്തരത്തിലുള്ള കൾച്ചറൽ സംഗതികളിലേക്ക് എപ്പോഴും ഇങ്ങനെ അന്വേഷിച്ച് സഞ്ചരിക്കുന്ന ഒരു ഡോക്ടറുടെ കഥയും കൂടിയാണ്. എന്നാൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്നും ഇതിലേക്ക് ആരോഗ്യരംഗത്തേക്ക് വരുന്ന ഒരു ഡോക്ടർ പിന്നീട് ഒമാനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് അയർലൻഡിലേക്ക് പോകുന്നത്. അതിനിടയിലും അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചിട്ടുണ്ട്. നമ്മളിപ്പം എപ്പോഴും നമ്മൾ വളരെ പ്രൗഡായിട്ട് പറയുന്ന ഒരു സംഗതിയാണ് കേരളത്തിലെ ആരോഗ്യ മേഖല എന്നുള്ളത്. അത് ബോസ്റ്റ് ചെയ്യുന്ന ഒരു സംഗതിയല്ല, യാഥാർത്ഥ്യവുമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സ്ഥലത്ത് നിന്ന് നമ്മൾ അയർലൻഡ് പോലെയുള്ള കുറച്ചും കൂടി വികസിതമായിട്ടുള്ള അല്ലെങ്കിൽ സേവന തൽപരത കൂടുതലുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മൾ ചെല്ലുന്ന സമയത്ത്, കുറച്ചും കൂടി വെൽഫെയർ സ്റ്റേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ പ്രധാനമായിട്ടും ഡോക്ടറുടെ മനസ്സിലുണ്ടാകുന്ന, അതായത് ഇപ്പം കേരളം പോലത്തെ ഒരു സ്ഥലം, ഇന്ത്യനെ എടുത്തിട്ടല്ല കേട്ടോ ഞാൻ പറയുന്നത്, ഇന്ത്യയും കേരളവും ആരോഗ്യരംഗത്ത് വളരെ വ്യത്യസ്തമായിട്ടുള്ള സമീപനമുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഈ കേരളത്തിന്റെ ഒരു സിറ്റുവേഷനിൽ നിന്നും കൂടുതൽ മികവ് എങ്ങനെയാണ് അയർലൻഡിൽ ഉള്ളത്? പ്രധാനമായിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത് ഒരു സമീപന രീതിയാണ്. ഇപ്പോൾ ഞാനൊക്കെ ഇവിടെ ആദ്യകാലങ്ങളിൽ ഗ്രാമത്തിലാണ് ജോലി ചെയ്തിട്ടുള്ളത്. പിന്നീട് ചില ആസ്പത്രികളിലൊക്കെ, ഏത് പ്രദേശത്തായാലും ആസ്പത്രി കേന്ദ്രങ്ങളിൽ ഒരു മുറിയിൽ നിറയെ മനുഷ്യരുണ്ടാവും. അപ്പോൾ അവരുടെ സ്വകാര്യപരമായ സംഭാഷണങ്ങൾ, വിശദീകരണങ്ങൾ കേൾക്കുവാനും അവരോട് നമ്മൾ സ്വകാര്യമായിട്ട് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നൽകാനൊക്കെ സാധിക്കാത്ത പരിസ്ഥിതികളിലൂടെയാണ് ഞാൻ സാധാരണ പോയിട്ടുള്ളത്. അപ്പൊ അതൊരു സാധാരണ രീതിയായിട്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കി വന്നിട്ടുള്ളത്. മെഡിക്കൽ കോളേജിലൊക്കെ ഒപിയിൽ ഇപ്പോൾ അങ്ങനെ തന്നെയാണ്, തിരക്ക് തന്നെയാണ്. പക്ഷെ അത് അത്രയും വലിയ ജനസംഖ്യയെ ഡീൽ ചെയ്യണം എന്നുള്ളതും അല്ല, അത് ശരിയാണ്. കാരണം ഇപ്പോൾ ഞാനൊക്കെ എൻ്റെ അവിടുത്തെ ഐറിഷ് കൊളീഗ്സിനോട് അന്നൊക്കെ ഞാൻ 50 രോഗിയെ 60 രോഗിയൊക്കെ കാണാറുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവർ തലയിൽ കൈവച്ച് പോവാണ്. കാരണം വെച്ചാൽ അവരെ സംബന്ധിച്ച് അചിന്തനീയമാണ്. അപ്പൊ നമുക്കോരോ അവിടെയൊക്കെ ഇപ്പൊ നമ്മൾ സാധാരണ ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് പേഷ്യന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ പറയാണ്, എനിക്ക് വേറൊരു കാര്യം കൂടി ചർച്ച ചെയ്യാനുണ്ട്, പറയാനുണ്ടെന്ന്. എക്സ്ക്യൂസ് മീ, നിങ്ങൾ അടുത്ത പ്രാവശ്യം വരും,
എന്നാണ് നമ്മൾ പറയാം. ഉം, ഉം, കാരണം ആ സമയം കഴിഞ്ഞു. ആ. അതൊന്ന്. ഉം. പിന്നെ 2, ആ മുറിയിൽ നഴ്സോ അല്ലെങ്കിൽ വേറെ ആരും ഉണ്ടാവില്ല. ഉം, ഉം. ഞാനും രോഗി Patient മാത്രമേ മാത്രം. ഉണ്ടാവുള്ളൂ. 3, അവരുടെ എല്ലാ കാര്യങ്ങളും ഡോക്യുമെന്റേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഉം. സാധാരണ നമ്മൾ പറയും പറയുന്ന വാക്കുകൾ പറന്നു പോകും, എഴുതുന്ന വാക്കുകൾ നിലനിൽക്കുന്ന പറയാം. ഉം, ഉം. അപ്പോൾ അത് പ്രധാനമാണ് ശരിക്കും. അത് ഇവിടെ അത്രയധികം പ്രധാനമല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇപ്പം അവിടെയൊക്കെ സാധാരണ ജനങ്ങൾ നമ്മളോട് വ്യക്തിപരമായിട്ടുള്ള ചില രഹസ്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഡോക്യുമെന്റേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഉം. അത് പിന്നീട് മറ്റൊരു തലത്തിലേക്ക് കടക്കുകയാണ്. രോഗിയുടെ ആയിട്ടുള്ള കാരണം രോഗിയിൽ നിന്നും മാറി മറ്റൊരു നിയമത്തിന്റെ മേഖലയിലേക്ക് കടക്കുമ്പോൾ ഇത്തരം സംഗതികളിൽ ഡോക്ടർമാർക്ക് സങ്കീർണതകൾ കൂടുതലാണ്. ഉം. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും അതൊരു ആധുനിക വൈദ്യുത സമ്പ്രദായത്തിന്റെ ഭാഗമായിട്ട് ഞാൻ കണക്കാക്കുന്നുള്ളൂ. ഉം. എല്ലാം ഡോക്യുമെന്റ് ചെയ്യപ്പെടുക എന്നുള്ളതാണ്. ഉം, ഉം. ഇപ്പോൾ അവർക്ക് ഇപ്പോൾ മാനസിക ആരോഗ്യ പ്രശ്നങ്ങളുമായിട്ട് നമ്മളോട് പറയുമ്പോൾ ഡോക്യുമെന്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം അവർക്ക് പറ്റാത്ത ഏതെങ്കിലും മരുന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പാർശ്വഫലം ഉണ്ടായി കഴിഞ്ഞാൽ അവർ നേരെ പോകുന്നത് മറ്റൊരു പിന്നെ വക്കീലിൻ്റെ അടുത്തേക്കായിരിക്കും. അവർ നമ്മളെ അടുത്ത് വരില്ല ചിലപ്പോൾ, അവിടുത്തെ സമ്പ്രദായം അനുസരിച്ച്. ഉം, ഉം. അപ്പോൾ നമ്മൾ എല്ലാം ഡോക്യുമെന്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 കൂട്ടർക്കും നല്ലതാണ്. അപ്പോൾ സേഫ്റ്റിയാണ് പ്രധാനം. അപ്പോൾ ഇവിടെ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് അത്രയും ഇതിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല. കാരണം ഇവിടുത്തെ ആ രീതിക്ക് വ്യത്യാസമുണ്ട്. കാരണം ഇവിടെ നമ്മൾ രോഗിയുമായിട്ട് സംവദിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടേതായിട്ടുള്ള ഒരു കുടുംബപരമായിട്ടുള്ള ഒരു അംഗം, കുടുംബത്തിലുള്ള അംഗം പോലെയാണ് നമ്മൾ സംസാരിക്കുക, പെരുമാറുക. അവരോടുള്ള ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വ്യക്തിപരമായ പല കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുമായിരിക്കും. അവിടെ അങ്ങനെയല്ല. അവിടെ രോഗി പറയുകയാണെങ്കിൽ ആ രോഗത്തിനെ നമ്മൾ ചികിത്സിക്കുന്നു, കഴിയുന്നു. വ്യക്തിപരമായ ബന്ധങ്ങളോ അതൊരു അച്ഛനായാലും സഹോദരിയായാലും മകനായാലും ആരായാലും അത് ആ പരിശോധനാ മുറിക്ക് പുറത്താണ്. അതാണ് ആദ്യമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൊരു പ്രത്യേകത, ഡിഫറൻസ്. രണ്ടാമത്തെ സംഗതി എന്ന് പറയുന്നത് വെച്ചാല് പ്രാഥമിക ആരോഗ്യ രംഗം എന്ന് പറയുന്നത് അവിടെ വളരെയധികം പ്രധാനമാണ്. ഇവിടെ നമ്മൾ ശരിക്കും പറയുന്നത് രേഖകളിലുണ്ട്. ഇപ്പോൾ കേരളത്തിന്റെ കാര്യം സജീവ് പറഞ്ഞ പോലെ രേഖകളിലുണ്ട്. ആ രേഖകളിലൊക്കെ എല്ലാം നിയമാവലികളും ഉണ്ട്. ആദ്യം ആരെയാണ് സന്ദർശിക്കേണ്ടതെന്നും എങ്ങനെയൊക്കെയാണ് ഈ സ്പെഷ്യലിസ്റ്റ് രീതികളിലേക്ക് പോകേണ്ടതെന്നും എന്തിനു വേണ്ടിയാണ് നമ്മൾ പോകേണ്ടത് എല്ലാം ഉണ്ട് യഥാർത്ഥത്തിൽ. പക്ഷേ നമുക്ക് പല കാര്യങ്ങൾ കൊണ്ടും തിരക്കും നമ്മുടേതായിട്ടുള്ള പിന്നെ ഈ സാമ്പത്തികപരമായിട്ടുള്ള അവസ്ഥകൾ കൊണ്ടൊക്കെ മനുഷ്യർ ഓരോ രീതികൾക്ക് അവരുടെ സൗകര്യത്തിനനുസരിച്ച് പോവാണ് ഇവിടെ. അപ്പോൾ പ്രാഥമിക ആരോഗ്യരംഗത്ത് അത്രമാത്രം ശ്രദ്ധ കിട്ടുന്നില്ല. അവിടെയാണെങ്കിൽ അവിടെ പൈസക്കാരനായാലും പൈസ ഇല്ലാത്ത ആളായാലും ആദ്യം സമീപിക്കേണ്ടത് ഫസ്റ്റ് പോയിന്റ് കോണ്ടാക്ട് എന്ന് പറയുന്നത് പ്രൈമറി കെയർ ആണ്. അപ്പോൾ ഞാൻ അതിലാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ അവിടുത്തെ അതിൻ്റെ ഒരു പിന്നെ നന്മ എന്ന് പറയുന്നത് നമുക്ക് അവരുടെ എല്ലാ വിവരങ്ങളും നമ്മളുടെ ഡാറ്റയിലുണ്ടാവും നമ്മളുടെ. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു തലവേദനയാണെങ്കിൽ അത് ഒരു ന്യൂറോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് വിടേണ്ടതാണോ അല്ലെങ്കിൽ ഇന്ന ടെസ്റ്റുകൾ ചെയ്യേണ്ടതാണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കും. അതേപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അടിയന്തര ആവശ്യമാണെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ആസ്പത്രിയിൽ വിളിച്ച് അതിന് വേണ്ടുന്ന ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്യും. അപ്പൊ ആദ്യത്തെ ആ പ്രാഥമിക ആരോഗ്യ രംഗത്തെ ആ നിർദ്ദേശം അനുസരിച്ച് മാത്രമേ ഒരു രോഗിക്ക് മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിനുള്ളൊരു ഗുണം എന്ന് പറയുന്നത് ഈ അനാവശ്യമായിട്ടുള്ള പൈസ അല്ലെങ്കിൽ ചെലവാക്കൽ, അല്ലെങ്കിൽ സമയം ചെലവാക്കൽ, അല്ലെങ്കിൽ മരുന്നുകൾ സ്വയം ഏറ്റെടുക്കൽ, അതൊക്കെ ഒഴിവാക്കാൻ പറ്റും. പിന്നെ ചെറിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ചിലപ്പോൾ ചെറിയൊരു സ്കിൻ പ്രോബ്ലം തന്നെയാണെന്ന് വിചാരിക്കാം. ചിലപ്പോൾ 6 മാസം കഴിഞ്ഞേക്കും ചിലപ്പോൾ ഒരു സ്കിൻ ഡോക്ടറെ കാണാനായിട്ട്. അത് ഒരു വലിയൊരു പോരായ്മയാണ്. അയർലൻഡിൽ. നാട്ടിലാണെങ്കിൽ ഇപ്പൊ നമുക്കിപ്പോ ഞാനൊക്കെ ഇപ്പം MBBS കഴിഞ്ഞ കാലത്ത് ആകെ കൂടി ഒരു കാർഡിയോളജിസ്റ്റ് തൃശ്ശൂർ ഉണ്ടായിരുന്നു. ഇപ്പൊക്കെ എല്ലാ ഭാഗങ്ങളിലും കാർഡിയോളജിസ്റ്റ് ആണ്. അതിനനുസരിച്ച് ജനസംഖ്യ കൂടിയിട്ടുണ്ട്, മനുഷ്യരുടെ സാമ്പത്തിക അവസ്ഥകൾ വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ നല്ലതായിട്ട് ഞാൻ കണക്കാക്കുന്നത്. പക്ഷെ അവിടെ അങ്ങനെയല്ല, അവർ ആ സിസ്റ്റത്തിന് ഉപരിയായിട്ട് അവർ പോവില്ല. ഇപ്പൊ ഞങ്ങളുടെ തന്നെ ഐറിഷ് കോളേജ് ഓഫ് ജനറൽ പ്രാക്ടീഷണേഴ്സ് എന്ന് പറയുന്ന ആ ബോഡിയിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്, ക്രൈറ്റീരിയ ഉണ്ട്, മരുന്നുകളുണ്ട്. അതനുസരിച്ച് മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിപ്പോ ഈ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് എന്ന് പറയുന്ന സംഗതി അവിടെ ഇല്ല. മരുന്നുകൾ നമ്മൾ എഴുതുന്ന എല്ലാം ഈ ജനറിക് നെയിം ഉള്ള മരുന്നുകളാണ്. പിന്നെ ഫാർമസി ചെന്നിട്ട് നമുക്ക് ഒരു 5 അമോക്സിസിലിൻ
10 അസിത്രോമൈസിൻ ചോദിക്കാൻ പറ്റില്ല. അവിടെ കൊടുക്കാൻ പറ്റുന്ന ഒരു മരുന്ന് പാരസെറ്റമോൾ മാത്രമാണ്. ബാക്കി എല്ലാം ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ എഴുതാൻ പറ്റില്ല. അപ്പോൾ അവർ വളരെയധികം ശ്രദ്ധാപൂർവ്വം നോക്കി കാണുന്ന മേഖലയാണ്. അതൊരു ശരിയായുള്ള രീതിക്ക് ഒരു ആധുനിക ലോക ഈ ആരോഗ്യരംഗത്തിന്റെ ഒരു മാതൃക കൂടിയാണ് അയർലൻഡ് എന്ന് ഞാൻ പറയും. ഒപ്പം തന്നെ ഞാൻ ഇപ്പൊ ഈ അടുത്ത കാലത്താണ് സ്മൈൽ എന്നുള്ളൊരു പ്രോഗ്രാം നമ്മൾ HSC തുടങ്ങിയത്. So this is our SMILE project. This program is an innovative way to proactively self-care, particularly people who live in the community, who live on their own, elderly people. So we bring this equipment to them, people who have diabetes, COPD. So this is the equipment that we bring out to them. So we've got a lovely smartwatch that just detects the heart rate. It detects their steps if they want it to promote health when living on their own for long-term health conditions. So we also have a blood pressure cuff. This is an essential piece of information that is sent to our nurses in the call centre. We also have an oxyometer to determine their oxygen levels and also their heart rate. So this information goes to a triage nurse who then contacts the patient and discusses the information with them directly. It's good for the lonely people there. Absolutely, yeah. It's a great way to develop self-awareness for people who have living with long-term illnesses. ഒറ്റയായിട്ട് ജീവിക്കുന്ന ആൾക്കാർ, പ്രത്യേകിച്ചും പ്രായമായിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ അത് 1-2 ഒരു രോഗങ്ങൾ, പിന്നെ ഈ ക്രോണിക് ഡിസീസസ് ലൈക്ക് ഡയബറ്റീസോ ഹൈപ്പർ ടെൻഷനോ അല്ലെങ്കിൽ ആട്രിയൽ ഫിബ്രിലേഷനോ അല്ലെങ്കിൽ ഈ സ്ട്രോക്ക് സംബന്ധിയായിട്ടുള്ള അസുഖങ്ങളുടെ കോംപ്ലിക്കേഷൻസ് ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് ചിലപ്പോൾ GP അല്ലെങ്കിൽ പ്രൈമറി കൺസൾട്ടൻസിനെ കാണാനായിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവാം എപ്പോഴും. അപ്പം അങ്ങനെയുള്ള രോഗികൾ, ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാർ, നമ്മൾ അവരെ രജിസ്റ്റർ ചെയ്ത് അവർക്കിപ്പോൾ നമ്മൾ ടാബ്ലറ്റ് ഫോം ഉണ്ടല്ലോ, നമ്മുടെ കമ്പ്യൂട്ടർ ടാബ്ലറ്റ് ഫോം കൊടുക്കുന്നു, വാച്ച് കൊടുക്കുന്നു, അലാം കൊടുക്കുന്നു. ഇതെല്ലാം നോക്കി കാണാനായിട്ട് ഒരു നഴ്സ് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അവർ ആഴ്ചയിൽ ഇത് ചാർട്ട് ചെയ്യുന്നു. അപ്പോൾ അത് എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ഉടനെ ആംബുലൻസുമായിട്ട് ചെല്ലുന്നു. അപ്പോൾ അവരെ ഒരിക്കലും നമുക്ക് ലൈവായിട്ട് തന്നെ അറിയാൻ പറ്റും. ലൈവായിട്ട് നമ്മളവിടെ സിസ്റ്റം ഉണ്ട്. അതൊരു പുതിയൊരു സിസ്റ്റമാണ് സ്മൈൽ എന്ന് പറയുന്നത്, സ്മൈൽ പ്രോഗ്രാം. അത് വളരെയധികം ആളുകൾക്ക്, ഇപ്പം ഞാൻ തന്നെ ഇപ്പോൾ കുറേ ആളുകൾക്ക് അത് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അത് 2 ക്രോണിക് ഡിസീസസ് ഉണ്ടാവണം. ഒന്നുകിൽ ഡയബറ്റീസ് വിത്ത് ഹൈപ്പർ ടെൻഷൻ, അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ വിത്ത് ആട്രിയൽ ഫിബ്രിലേഷൻ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള 2 ക്രോണിക് ആയിട്ടുള്ള പ്രോബ്ലംസ്. അപ്പോൾ അതുകൊണ്ട് വളരെയധികം ആളുകൾ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട വളരെയധികം ഉണ്ടായിട്ടുണ്ട്. പിന്നെ 3 എന്ന് പറയുന്നത് വെച്ചാൽ ഇപ്പൊ നമ്മള് മരുന്നുകൾ, ഈ പോളിഫാർമസി എന്ന് പറയില്ലേ, കണ്ടമാനം മരുന്ന് എഴുതുന്ന പരിപാടി, അതില്ല. അപ്പോൾ നമ്മൾ ഇപ്പൊ ഈ ഈവൻ കൺസൾട്ടന്റിന്റെ അടുത്തുനിന്ന് തന്നെ ആസ്പത്രിയിൽ അഡ്മിഷന് ശേഷം തിരിച്ചു വരുന്ന നമ്മൾ കറക്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇന്ന മരുന്നുകൾ നമ്മൾ വീണ്ടും നിർദ്ദേശിക്കുക. അപ്പോൾ പ്രാഥമിക ആരോഗ്യ രംഗമാണ് കൂടുതലും ഈ മനുഷ്യരുമായിട്ട് കൂടുതൽ ബന്ധം. പിന്നെ അതിൽ എന്തെങ്കിലും സംശയം നമുക്ക് വേണമെങ്കിൽ അത്തരം സ്പെഷ്യലിസ്റ്റ് യൂണിറ്റുകളുമായിട്ട് ബന്ധപ്പെടാം. നമുക്ക് തന്നെ അന്വേഷിക്കാം, ഈ മരുന്ന് നമുക്ക് നിർത്തിക്കൂടെ, അല്ലെങ്കിൽ അതിന്റെ ഡോസ് കൂട്ടണോ വേണ്ടേ എന്നുള്ളത്. അത് 2. പിന്നെ 3 എന്ന് പറയുന്നത് വെച്ചാൽ നമ്മൾ സാധാരണ രീതിക്ക് പ്രൈവറ്റും ഗവൺമെന്റ് ആണല്ലോ ഇവിടെ കാണുന്നത്. മിക്കവാറും എല്ലാം ഗവൺമെന്റ് തലത്തിലാണ്. പ്രൈവറ്റ് ഉണ്ട്, അതിപ്പോ ഇൻഷുറൻസ് ഉള്ള ആൾക്കാരാണ് കൂടുതലും പോകുന്നത്. പക്ഷെ എങ്കിലും ധാരാളം 90% ആളുകളും ഇപ്പോഴും ആശ്രയിക്കുന്നത് സർക്കാർ സംവിധാനങ്ങളാണ്. അത് ഇവിടെ ഇപ്പം ഡോക്ടർ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. കാരണം ഇപ്പൊ നമ്മുടെ പല വലിയ ഹോസ്പിറ്റലുകളും ചില അമേരിക്കൻ കോർപ്പറേറ്റുകളൊക്കെ ഏറ്റെടുക്കുകയാണ്. അത് വ്യാപകമായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ അത്രയും ഇൻട്രസ്റ്റ് വരാൻ കാരണം വെച്ചാൽ ഒരു ഹൈലി പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ബിസിനസ് കൂടിയാണ്. അത്തരത്തിലുള്ള ഒരു ബിസിനസ് ആംഗിൾ ഈ ഐറിഷ് ഹെൽത്ത് രംഗത്തുണ്ട്, ഹെൽത്ത് കെയർ സിസ്റ്റത്തിലുണ്ടോ? ഇപ്പൊ ജനറൽ പ്രാക്ടീസ് എന്ന് പറയുന്നത് ഞാനൊക്കെ ചെയ്യുന്നത്, അതായത് ഈ പ്രൈമറി കെയർ, ഞങ്ങൾക്ക് ആദ്യം പറയുന്ന ആദ്യത്തെ വാക്ക് എന്ന് പറഞ്ഞാൽ ജനറൽ പ്രാക്ടീസ് ഈസ് എ ബിസിനസ് എന്നാണ്. അപ്പം അവര് പറയുന്നത് ശരിയാണ്. കാരണം വെച്ചാൽ നമ്മളെ കാണുന്നെങ്കിൽ 70-80 യൂറോ ഫീസ് ഉണ്ട്. ഓരോ ടെസ്റ്റുകൾക്കും പൈസയുണ്ട്. അത് മിക്കവാറും 2 ഇതുണ്ട്. ഈ GMS എന്ന് പറയുന്നത് ജനറൽ കാർഡ് ഉണ്ട്, പിന്നെ പ്രൈവറ്റ് ഉണ്ട്. പ്രൈവറ്റുകാർ അവര് പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് തരണം. മറ്റേത് ഗവൺമെന്റ് നമുക്ക് തരും. വാക്സിനേഷൻ ആയാലും ഗവൺമെന്റ് നമുക്ക് തരും. ഇപ്പോൾ ഈ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള വിസിറ്റ്സ് ഉണ്ട്, അതിനൊക്കെ നമുക്ക് തരും. ക്രോണിക് ഡിസീസസ് മാനേജ്മെന്റ് CDM അത് ഗവൺമെന്റ് നമുക്ക്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു ബിസിനസ്സാണ്. അപ്പോൾ ആ ബിസിനസ് എന്ന് പറയുന്നത് സർക്കാരുമായിട്ടുള്ള ബിസിനസ്സാണ്,
ജനങ്ങളുമായിട്ടുള്ള ബിസിനസ് അല്ല. ഓക്കെ. അപ്പോൾ അതിന്റെ പേരിൽ കോർപ്പറേറ്റുകൾ അവിടെ കയറാനായിട്ട് സാധ്യത കുറവാണ്. കാരണം വെച്ചാൽ സർക്കാരിനെ പിന്നെ കോർപ്പറേറ്റ് വാങ്ങിക്കണം, അത് സംഭവിക്കില്ല. ഇല്ല. പ്രൈവറ്റ് നടത്തുന്നതൊക്കെ മിക്കവാറും കോർപ്പറേറ്റുകളാണ്. ഇപ്പോൾ ക്ലീവ്ലാൻഡ് ക്ലിനിക്ക് അവിടെ ഉണ്ട്, പിന്നെ ബീക്കൺ ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ ചില കത്തോലിക്ക സഭയായിട്ട് ബന്ധപ്പെട്ടുള്ള ധാരാളം ആസ്പത്രികളുണ്ട്. ബോൺസെഗർ ഹോസ്പിറ്റലുണ്ട്, ഇന്റർനാഷണൽ റിനോൺ ഹോസ്പിറ്റൽസ് ആണ്. പക്ഷെ അവരൊക്കെ ഈ പറഞ്ഞ പോലെ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഗതിയാണ്. പക്ഷെ കോർപ്പറേറ്റുകൾ ഇപ്പോൾ നാട്ടിലിപ്പോൾ ഞാൻ വന്നപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ള പല ആസ്പത്രികളും കോർപ്പറേറ്റുകൾ വാങ്ങിക്കൂട്ടുന്നുള്ളത്. അത്തരം ഒരു അവസ്ഥകളൊന്നും ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ഈ നഴ്സിംഗ് മേഖല, ഫോർ എക്സാമ്പിൾ ഈ പിന്നെ എന്താ പറയാ നഴ്സിംഗ് ഹോംസ് ഉണ്ടല്ലോ, അവിടെ അത് ധാരാളം ഉണ്ട്. ഞാൻ തന്നെ ഒരു 4 നഴ്സിംഗ് ഹോമുകളിൽ വാട്ടർ ഔട്ട്സിന്റെ പോകുന്നതാണ്. ഒന്ന് സർക്കാരിന്റെ, പിന്നെ 2-3 പ്രൈവറ്റ്. ഈ പ്രൈവറ്റിന്റെ തന്നെ ഇപ്പോൾ ഞാനൊക്കെ ആദ്യകാലത്ത് 1999, 2000 ഈ നഴ്സിംഗ് ഹോമിലൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് പോകുമ്പോൾ വെച്ചാൽ അവിടെ ചില ഫാമിലികളുടെ നഴ്സിംഗ് ഹോമുകൾ മാത്രമായിരുന്നു, ഫാമിലികൾ നടത്തിക്കൊണ്ട് പോകുന്ന നഴ്സിംഗ് ഹോമുകൾ. അപ്പോൾ എങ്കിലും ഈ ഹിക്കോ എന്ന് പറയുന്ന ഈ ക്വാളിറ്റി കൺട്രോൾ ടീം വളരെ വളരെ വിജിലന്റ് ആണ്. അവരൊരിക്കലും ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യില്ല ക്വാളിറ്റിയിൽ. അതുപോലെ അവിടുത്തെ ഈ പിന്നെ വൃദ്ധരായിട്ടുള്ള അന്തേവാസികളുടെ ഒരു ക്ഷേമത്തിനും അവർ കോംപ്രമൈസ് ചെയ്യില്ല. ഇപ്പോഴും അന്നും ഇന്നും എന്നും അവരുടെ ക്വാളിറ്റി വളരെ കറക്റ്റ് ഇതാണ്. അത് ശരിക്കും നമുക്ക് വളരെയധികം എനിക്ക് അഭിമാനത്തോടു കൂടി പറയാം ആ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക്. മാറി വന്ന പരിതസ്ഥിതികളിൽ ഇപ്പൊ നമ്മളായിട്ടുള്ള മലയാളികൾ നഴ്സസ് അവര് വളരെ നല്ല സേവനമാണ് നമ്മൾ അവിടെ അയർലൻഡില്. മിക്കവാറും എല്ലാ ഐറിഷുകാരും പറയുന്നത് വെച്ചാൽ ഇന്ത്യൻ നഴ്സസ് എന്തൊരു നല്ലൊരു പ്രവർത്തികളാണ് ചെയ്യുന്നത്. അവരുടെ അപ്രോച്ച് തന്നെ വളരെ വ്യത്യാസമാണ്. അപ്പൊ പല നഴ്സിംഗ് ഹോമുകളുടെയും പ്രധാന തലപ്പത്തിരിക്കുന്ന ആളുകളും മലയാളി നഴ്സസ് ഉണ്ട്. അപ്പൊ അവരിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് വെച്ചാൽ പല കോർപ്പറേറ്റുകളും ഇത് വാങ്ങിക്കൂട്ടുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു പിന്നെ ബിസിനസ് നടക്കുന്നുണ്ട് വ്യക്തിപരമായിട്ട്. ശരിയാണ്, കാരണം അവർക്ക് അത് നടത്താനായിട്ടുള്ള വലിയൊരു വർക്ക് ഫോഴ്സ് ഉണ്ട്. പ്രത്യേകിച്ചും ഫ്രാൻസും ജർമ്മനിയിലൊക്കെ ഉള്ള കോർപ്പറേറ്റുകളാണ് ഇത്തരം ഈ നഴ്സിംഗ് ഹോമുകൾ വാങ്ങിക്കൂട്ടുന്നത്. അപ്പൊ അവർക്ക് അതിനനുസരിച്ചുള്ള സ്ട്രക്ചർ ഉണ്ട്. ആ കോർപ്പറേറ്റ് പിന്നെ മനഃശാസ്ത്രം അറിയാം, അവർക്ക് അത് പൈസ കിട്ടുന്നുണ്ട്. ഇപ്പം ഡോക്ടർ പറഞ്ഞ പോലെ ഇപ്പൊ ഈ ഗവൺമെന്റ് മേഖലയിലായാലും പൊതുമേഖലയിലായാലും സ്വകാര്യ മേഖലയിലായാലും ഇപ്പൊ നമുക്ക് കിട്ടുന്ന ചികിത്സയ്ക്ക് അതിന്റെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ക്ലാസ്സിൽ ഡിഫറൻസ് ഉണ്ടോ? ഒരിക്കലും ഇല്ല. ഇവിടെ എങ്ങനെ ഉണ്ട് അതുകൊണ്ട് ചോദിക്കുന്നത്? അല്ല, ഒരിക്കലും ഇല്ല. അത് കാരണം വെച്ചാൽ എൻ്റെ പല സുഹൃത്തുക്കളും ഈ സർക്കാർ ആശുപത്രികളിൽ വർക്ക് ചെയ്യുന്നുണ്ട്, പിന്നെ പ്രൈവറ്റിൽ അവർ തന്നെയാണ് പ്രൈവറ്റിലും വർക്ക് ചെയ്യുന്നത്. അവർക്ക് അങ്ങനെ പ്രൈവറ്റായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യാം. പക്ഷെ അവരുടെ ഈ എന്താ പറയുക വെച്ചാൽ ഫെസിലിറ്റികൾക്ക് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവാം. കാരണം വാർഡുകളിൽ കിടക്കുന്നത് ഒരു മുറിയിലേക്ക് മാറ്റപ്പെടാം കാശുള്ള ആൾക്കാർക്ക്, അല്ലാതെ ചികിത്സയ്ക്കൊന്നും വ്യത്യാസങ്ങൾ ഇല്ല. പക്ഷെ എങ്കിലും ചില ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഒരു വേദനയോടുകൂടി പറയാവുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത് എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് ഹെലൻ ബട്ട്ലർ എന്ന് പറഞ്ഞിട്ടൊരു പെൺകുട്ടി, 36 വയസ്സായിട്ടുള്ള ഇന്ത്യൻ പ്രത്യേകിച്ച് നമ്മുടെ നാടും ആയിട്ടുള്ള പിന്നെ വളരെയധികം നമ്മൾ ചോദിച്ചറിയുകയും പിന്നെ ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അവൾക്ക് ഇങ്ങനെ ഒരു വയറിൽ അടിവയറ്റിൽ ഇങ്ങനെ വേദന ഉണ്ടായി. പിന്നെ GP കാണാനായിട്ട് തന്നെ 2 ആഴ്ച എടുത്തു. അവർ സാധാരണ മരുന്നുകളൊക്കെ കൊടുത്തു, ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാനായിട്ട് പറഞ്ഞു, അതും വീണ്ടും 2 ആഴ്ച എടുത്തു. പിന്നെ ഒരു സമയത്ത് അവർ എന്നോട് പറഞ്ഞു വളരെ വേദന കൂടുതലാണെന്ന് പറഞ്ഞപ്പോൾ പ്രൈവറ്റായിട്ട് ബന്ധപ്പെടാൻ പറഞ്ഞിട്ട് പ്രൈവറ്റിൻ്റെ അടുത്ത് പോയി. അപ്പോൾ അവർ സ്കാനും കാര്യങ്ങളും ചെയ്തപ്പോഴാണ് പെട്ടെന്ന് അത് ഒരു ഒവേറിയൻ ക്യാൻസർ ആയിട്ട്, പക്ഷെ അവർ ആഴ്ചകൾക്കുള്ളിൽ മരിക്കുകയും ചെയ്തു. അതൊക്കെ തടയാൻ പറ്റാവുന്ന സംഗതിയാണ് നമ്മുടെ നാട്ടിലുള്ളത്, ഇവിടെയുള്ളത്. പല ആളുകളും ഇപ്പൊ നമ്മുടെ നാട്ടില് അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരും എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉടനെ അടുത്ത ഫ്ലൈറ്റ് കയറി നാട്ടിൽ വന്ന് ചികിത്സ. കാരണം വെച്ചാൽ ഇവിടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു പിന്നെ ഇൻവെസ്റ്റിഗേഷൻസ് ആയാലും ഡോക്ടറെ കാണാനായാലും സാധിക്കും. അവിടെ അത് പറ്റില്ല. ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരു ഡോക്ടർ എന്നുള്ള രീതിക്ക് എൻ്റെ സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കാം അവിടെ, പക്ഷെ അവർക്ക് എന്നെ അവരുടെ മുറിയിൽ കയറി പ്രത്യേകമായിട്ട് പരിശോധിക്കാനായിട്ടുള്ള ഒരു സംവിധാനമില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അവര് അത് ചെയ്യൂല, കാരണം നിയമത്തിനെതിരാണ്. എല്ലാം ഇൻഷുർഡ് ആണല്ലോ, നമ്മൾ ഹെവി ഇൻഷുറൻസ് ആണല്ലോ കൊടുക്കണേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ അത്തരം സംഗതികളിൽ എനിക്ക് കുറേം കൂടി സന്തോഷമുണ്ട്. വ്യക്തിപരമായിട്ട് എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ട് താനും. ഇവിടെ ഇപ്പം നമ്മളിപ്പോ ഇത്രയും വിദേശത്ത് ജോലി ചെയ്തൊരു ഡോക്ടർ എന്നുള്ള രീതിയിൽ
കേരളത്തിൽ ഇനി ഒരു മാറേണ്ട സംഗതികൾ എന്തൊക്കെയാണെന്നാണ് വെച്ചാൽ ഒരുപാട് പരിഷ്കാരങ്ങൾ വരുന്നുണ്ട്. വളരെ പോസിറ്റീവായിട്ടാണ് കേരളത്തിലെ ആരോഗ്യരംഗം മൂവ് ചെയ്യുന്നത്. അപ്പൊ ഇനി മാറേണ്ടതായിട്ടുണ്ട് എന്ന് തോന്നുന്ന പ്രധാനപ്പെട്ട സംഗതികൾ എന്താ? ആദ്യം മാറേണ്ടത് നമ്മുടെ മനുഷ്യരുടെ സമീപനാണ്. ഇപ്പൊ ഞാനൊക്കെ തുടങ്ങിയ കാലത്ത്, പ്രാക്ടീസൊക്കെ തുടങ്ങിയ കാലത്ത്, ഇപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ ഇങ്ങനെ വല്ലാതെ തന്നെ ഉള്ളൊരു ബഹുമാനവും ആദരവൊന്നും കൊടുക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. കാരണം അതിനു മുമ്പ് എൻ്റെ അമ്മ ഹെൽത്ത് സർവീസിലായിരുന്നു. അപ്പൊ ഒഴിവുകാലങ്ങളിലൊക്കെ എന്നെ ആസ്പത്രിയുടെ മൂലയെ കൊണ്ടിരുത്തുമായിരുന്നു കുട്ടിക്കാലത്തൊക്കെ. അപ്പൊ അന്നൊക്കെ ഈ ഒരു ഡോക്ടർ പിന്നാലെ 3-4 പരിചാരകരും വാതിൽ തുറന്നു കൊടുക്കാവുന്ന അങ്ങനെ ഒരു ഫ്യൂഡൽ ഡോക്ടർമാരെ കണ്ടിട്ടുള്ള ഒരു പരിചയമാണ് എനിക്കുള്ളത്. കോടതികളിലൊക്കെ ഉള്ള ജഡ്ജിമാരെ പോലെ അത് സെപ്പറേറ്റ്, പിന്നെ ഈ ചായ കഴിക്കുന്ന സ്ഥലങ്ങളിൽ പൊട്ടിച്ചിരികളും അതൊക്കെ ഞാനൊരു മൂലയിൽ ഇരുന്ന് കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ചെറുപ്പകാലത്ത്. പിന്നീട് ഞാനൊക്കെ മെഡിക്കൽ കോളേജിലുള്ള സമയത്ത് വരെ, പറഞ്ഞാൽ വിശ്വസിക്കാനൊന്നും അറിയില്ല ഇപ്പോഴത്തെ പുതിയ തലമുറ, ഞാൻ അതായത് സിഗരറ്റ് വലിച്ചിട്ട് വാർഡ് റൗണ്ട്സിന് വന്നിരുന്ന ഒരു പ്രൊഫസർ ഉണ്ടായി ഞങ്ങൾക്ക്. തീർച്ചയായിട്ടും ഞാൻ പേര് പറയുന്നില്ല. വളരെ നല്ല മനുഷ്യനായിരുന്നു. ആള് ഒരു ഫിയറ്റ് കാറിൽ വരും, ടൈ ഒക്കെ ഇട്ടിട്ട് വരും. അദ്ദേഹം അമേരിക്കയിലും ഒക്കെയാണ് വിദ്യാഭ്യാസം, MBBS കഴിഞ്ഞതിന് ശേഷം. വന്നതിന് ശേഷം വാർഡ് റൗണ്ട്സിന് വരുമ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ഇഷ്ടമുള്ളൊരു ശിഷ്യനായിരുന്നു. അപ്പോൾ ആളധികം സംസാരിക്കില്ല. അപ്പം ഈ സിഗരറ്റിന്റെ ആഷ് ഇങ്ങനെ നീണ്ടു നിൽക്കുന്നുണ്ടാവും. നല്ല ഒരു ഹൈറ്റുള്ള മനുഷ്യനാണ്, നല്ല ഹാൻസം ആയിട്ടുള്ളൊരു പേഴ്സണാണ്. അപ്പോൾ ഓരോ രോഗികളുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പെർക്കസ് ചെയ്യല്ലോ, ചുമ പെർക്കസ് ചെയ്യും. അപ്പോൾ അടുത്ത് ഇങ്ങനെ ആഷ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, സിഗരറ്റ് വലിച്ചിട്ടാണ്. പക്ഷെ ഓരോ തട്ട് തട്ടുമ്പോഴും രോഗിയുടെ ആശങ്ക, നമ്മൾ രോഗിയുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ ആളുടെ ആശങ്ക എന്താണ് എൻ്റെ രോഗം കണ്ടുപിടിക്കുക എന്നുള്ളതല്ല, മറിച്ച് ഈ ആഷ് കണ്ണിലേക്ക് വീഴില്ലെന്നുള്ള. മനസ്സിലായി? ആ കാലം കഴിഞ്ഞു. ഇപ്പൊ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പെട്ടെന്ന് വരില്ല. അല്ലെങ്കിൽ ചോദിക്കാനായിട്ട് യുവാക്കളുണ്ടാവും, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ തന്നെ ഉണ്ടാവും. അന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ നമ്മൾ പരീക്ഷയിൽ തോൽക്കാം. പിന്നെ അതല്ല, വേറൊരു ഘട്ടമായിരുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെ മാറിയിട്ട് പിന്നീട് ഞാനൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് വരെ ഞാനൊക്കെ ഒരു കുന്നംകുളം അടുത്തുള്ള അല്ലെ ഉൾഗ്രാമത്തിലൊക്കെ ജോലി ചെയ്തിട്ടുള്ളതാണ്. ഉമ്മമാരുടെ അടുത്തൊക്കെ ആ ഉമ്മമാര് എനിക്ക് കൊണ്ടുവന്നിരുന്ന ബിരിയാണിയുടെ രുചി എനിക്ക് ഇപ്പോഴും ഉണ്ട്. അത് ആ ഉമ്മ എന്ന് വിളിക്കുമ്പോ ആ ഉമ്മ എൻ്റെ അമ്മ തന്നെയാണ്. അപ്പൊ അത്തരം അതും മാറി. പിന്നീട് ഇപ്പോ എന്ന് പറയുന്നത്, ഇപ്പോ എൻ്റെ മകൻ, അദ്ദേഹം ഡോക്ടറാണ്. അദ്ദേഹം പറയുന്നത് വെച്ചാല് ഓരോ ഇങ്ങനെ എഴുതുമ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച അദ്ദേഹത്തിന് ഉണ്ടായ ഒരു അനുഭവം പറഞ്ഞു വെച്ചാല്, ഒരു IV ലൈൻ ഇട്ടപ്പോൾ ചെറുതായിട്ട് സ്വെല്ലിംഗ് ഉണ്ടായി. ഉടനെ ഫോട്ടോ എടുത്തിട്ട് ആ ആസ്പത്രിയുടെ CEO-ക്ക് അയച്ചു കൊടുത്തു, നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യരിലുണ്ടാവുന്ന മാറ്റമാണ് ആദ്യം വേണ്ടതെന്ന്. നമുക്കൊരു സമ്പ്രദായങ്ങളുണ്ട്, കാശുണ്ട്, അവസ്ഥകൾ മാറിയിട്ടുണ്ട്, നമ്മളുടെ എല്ലാ തരത്തിലുള്ള മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അടിസ്ഥാനപരമായിട്ട് ഒരു ഡോക്ടർ ചികിത്സിക്കുന്നവനാണെന്നും ഞാൻ ചികിത്സിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ള ബോധ്യം, അതൊരു സാഹോദര്യം ഉണ്ടാവണം. അതായിരിക്കണം ആദ്യത്തെ മാറ്റം. അയർലൻഡിലുള്ളത് അതുണ്ട്, ഇല്ല എന്നല്ല പറയണേ. പക്ഷെ അതിനൊരു ചെറിയൊരു ഒരു വര വരച്ചിട്ടുണ്ട്. ആ വരയ്ക്കപ്പുറം പോയി അവർ കോടതിയിൽ പോകും. അതിപ്പോ ഞാൻ മകനെ ചികിത്സിച്ചാലും അച്ഛനെ ചികിത്സിച്ചാലും അതിന്റെ പുറകില് വക്കീലന്മാരുണ്ടാവും, അത് അവർ ഏറ്റെടുക്കും. അത്രയ്ക്കും ഒരു വലിയൊരു പിന്നെ രീതിക്ക് പോകണം എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഒരു സാഹോദര്യത്തിന്റെ ഒരു നന്മ, ഒരു നനവ്, ഒരു ഹൃദയപരമായിട്ടുള്ള ഐക്യം, എപ്പോഴും ഒരു വിശ്വാസം, അത് കൊടുക്കണം എന്നുള്ളതാണ്. പക്ഷെ അത് കൊടുക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ മാറി വരുന്ന പരിസ്ഥിതിയിൽ ഞാൻ കാശ് കൊടുക്കുന്നു, എനിക്കത് കിട്ടണം എന്നുള്ള ഒരു കൺസ്യൂമറിസത്തിന്റെ ഒരു ചെറിയ അധികാരവും അഹങ്കാരമായിരിക്കാം അത്. അതിനെ ഞാൻ തീർത്തും കുറ്റം പറയല്ല. പക്ഷെ ഞാനിപ്പോ 3 തലമുറയായിട്ട് പിന്നെ ഡോക്ടർമാരായിട്ട് ഇടപഴകുകയും മറ്റിപ്പോ ആഫ്രിക്ക പോലുള്ള രാജ്യത്തിലൊക്കെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെയൊക്കെ കാണുന്ന വെച്ചാല് ഒരു ഡോക്ടർമാരെ കാണുന്നത് ആദരവല്ല, മറിച്ച് എന്നെ ചികിത്സിക്കുന്ന ഒരു വ്യക്തി. അപ്പൊ ആ ഒരു വിശ്വാസം, ആ സ്നേഹം, ആ ഒരു നനവ്. ഞാനിപ്പോ ഒമാനിലൊക്കെ ജോലി ചെയ്യുമ്പോൾ ഞാനൊരു മുമ്പ് പലപ്പോഴും എപ്പോഴും പറയാറുള്ള എൻ്റെ ഒരു ഉമ്മ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ അവരൊക്കെ കണ്ണും കാഴ്ചയില്ലാതെ ഇരുന്നിട്ടും ചെവി കേൾക്കാത്തൊരവസ്ഥ ഉണ്ടായിട്ട് പോലും എൻ്റെ സാമീപ്യം തിരിച്ചറിഞ്ഞിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അത് മതത്തിനും സംസ്കാരത്തിനും പിന്നെ ഈ വർഗങ്ങൾക്കൊക്കെ ഉപരിയായിട്ട് ഒരു ഹൃദയപരമായ ഒരു ഐക്യമാണ്. അവിടെ ഉമ്മ ആണ്, അമ്മയാണ്.
അത് ഡോക്ടർ മാറുകയാണ്. അപ്പൊ ആ മാറുന്നതോടൊപ്പം തന്നെ അവരത് ഏറ്റെടുക്കുകയാണ്. ആ ഏറ്റെടുക്കുന്ന സമ്പ്രദായമാണ് പരിഷ്കരിക്കപ്പെടേണ്ടതെന്നല്ല ഞാൻ പറഞ്ഞ വെച്ചാല് മാറേണ്ടത്. ആറ്റിറ്റ്യൂഡ് മാറും. അതൊന്ന്. പിന്നെ രണ്ടാമത്തെ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാല് കുറേയും കൂടി ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് ഘടനാപരമായിട്ട് ആരോഗ്യരംഗത്തെ പ്രവർത്തനങ്ങൾ ഉണ്ടാവും. ഇത് പരസ്പരം പഴിചാരുന്ന അല്ലെങ്കിൽ ചെളി വാരി എറിയുന്ന തരത്തിലേക്ക് ആവരുത്. ഇപ്പോൾ ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ചില സംഗതികൾ ഒരു സർക്കാർ സംവിധാനത്തിൽ എപ്പോഴും ഒരു സർക്കാരിന് ഇപ്പോൾ എല്ലാത്തിനും പുറകിൽ പോകാൻ പറ്റില്ല. അത് സർക്കാർ എന്ന് പറഞ്ഞ ഞാൻ ഉൾപ്പെടുന്ന എല്ലാവരും ഉൾപ്പെടുന്ന ഒരു സമ്പ്രദായമാണ്. അപ്പൊ അതില് കുറ്റപ്പെടുത്താൻ ഒരു വ്യക്തിയെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല അതിന്റെ മേൽത്തട്ടിലിരിക്കുന്ന, മറിച്ച് ആ വ്യക്തിയോട് നമുക്ക് നിർദ്ദേശിച്ച് മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു വീണ്ടും പറയാണ് സാഹോദര്യം കൂടി ഉണ്ടാവണം. അതെ. പിന്നെ ഈ പണത്തിന്റെ ഒഴുക്ക്, ഈ മെഡിക്കൽ ഈ എന്താ പറയുക കമ്മീഷൻ സംഗതികൾ, അവരുടെ ആഡംബരത്തിന്റെ ഒരു അന്തരീക്ഷങ്ങൾ, അതൊക്കെ ഞാൻ കുറ്റപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷമല്ല. അത് അവിടെ ഞാൻ കാണുന്നില്ല. കാരണം അവിടെ അതിന്റെ ഒരു ആവശ്യം വരുന്നില്ല. വല്ലപ്പോഴും നമുക്ക് ഒരു സാൻഡ്വിച്ചും ചായയും കൊണ്ടുവരുന്ന ഒരു പാരസെറ്റമോൾകാരനെ നമുക്ക് കാണാം. നമ്മൾ വരുമ്പോഴേക്കും എഴുന്നേറ്റ് നിൽക്കുകയും നമുക്ക് നമ്മുടെ വീടിന് മുമ്പിൽ കാത്തു നിൽക്കുന്ന ഡ്രൈവറുമായിട്ട് കാത്തു നിൽക്കുന്ന അല്ലെങ്കിൽ ചെറിയ പെട്ടിയായിട്ട് കാത്തു നിൽക്കുന്ന റെപ്രസെന്റേറ്റീവിനെ നമുക്ക് അവിടെ കാണാൻ പറ്റില്ല. അപ്പൊ അതിലൊക്കെ ശരിക്കും ചികിത്സാ രംഗത്ത് തന്നെ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അത് ഞാൻ എപ്പോഴും എൻ്റെ ആരോഗ്യരംഗത്തിനെ എപ്പോഴും നെഞ്ചിൽ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയാണ്, ഇപ്പോഴും അഭിമാനപൂർവ്വം. കാരണം ഇത്രയും വലിയ ജനസംഖ്യയുള്ള, ഞാൻ പറയാറുണ്ട്, ഞാൻ പുസ്തകം പഠിച്ച് ഡോക്ടറായിട്ടുള്ള വ്യക്തിയല്ല. ആ തൃശ്ശൂർ മെഡിക്കൽ കോളേജിന്റെ വരാന്തയിലൂടെ ആ കാറ്റേറ്റിട്ട് അറിവുകൊണ്ട് ഞാൻ നിങ്ങളെ ചികിത്സിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അത് അഭിമാനപൂർവ്വമാണ് ഞാൻ അവരോട് പറയുന്നത്. കാരണം അവരൊക്കെ ഇപ്പൊ പറയുമ്പോൾ എല്ലാത്തിനും പുസ്തകം വെച്ചിട്ടാണ് നമ്മളോട് പറയാം. ഞാൻ പറയാം പുസ്തകം വേണം, ഒപ്പം തന്നെ ഞങ്ങളുടെ ഗുരുനാഥകന്മാര് ജീവിതം എന്നുള്ളത് പഠിച്ച് വന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അതില് നമ്മൾ കുറേം കൂടി സ്ട്രക്ചേർഡ് ആയിട്ട് ഒരു ഘടനാപരമായിട്ട് കുറേം കൂടി വ്യത്യാസങ്ങൾ നടത്തുകയാണെങ്കിൽ ഇപ്പോഴുള്ള ഒന്നാം സ്ഥാനം അല്ല, മറിച്ച് എല്ലാവരും നോക്കിക്കാണുന്ന മാതൃകയാക്കാവുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് കേരളം മാറുന്നുള്ളത് തന്നെയാണ് എൻ്റെ ഞാൻ ശുഭാപ്ത വിശ്വാസമുള്ള ഒരാളാണ് ഈ കാര്യത്തിൽ ആരോഗ്യരംഗത്ത്. കാരണം അങ്ങനെയാണ് എൻ്റെ നാൾ വഴികൾ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഞാൻ വർഷത്തിലും 2 പ്രാവശ്യം വരുന്ന വ്യക്തിയാണ്. അപ്പൊ എപ്പോഴും നമ്മളുടെ സുഹൃത്തുക്കളായിട്ട് ബന്ധപ്പെടുമ്പോഴൊക്കെ അവരിൽ നിന്ന് അറിയുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്.